ഗർഭിണിയാണെന്ന് വെളിപ്പെടുത്തിയതിന് പിന്നാലെ താരപുത്രിയും ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണയുടെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ. കഴിഞ്ഞ ദിവസങ്ങളിൽ ദിയ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാനും മറ്റുമൊക്കെ എത്തിയിരുന്നു. ഇതിന്റെ വീഡിയോ പുറത്തു വന്നതിനൊപ്പം ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെക്കുറിച്ചും ഭാവി പരിപാടികളെപ്പറ്റിയുമൊക്കെ ദിയ സംസാരിച്ചിരുന്നു. ഗർഭിണിയാണെന്ന് കരുതി വീട്ടിൽ ചടങ്ങിരിക്കാതെ യാത്രകൾ ചെയ്യുകയാണ് ദിയ. മാത്രമല്ല തന്റെ ബിസിനസിന്റെ തിരക്കിലുമാണ് ദിയ. കൂട്ടിന് ഭർത്താവായ അശ്വിനാണുള്ളത്. ഇരുവരും തമിഴ്നാട്ടിലൂടെ യാത്ര ചെയ്യുന്നതും മറ്റുമൊക്കെ കാണിച്ചൊരു വ്ളോഗുമായി വീണ്ടും എത്തിയിരിക്കുകയാണ്. ഒരു ദിവസത്തിൽ ഞാൻ എന്തൊക്കെ കഴിക്കുമെന്ന് കാണിക്കാനാണ് ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നതെന്നും പറഞ്ഞാണ് ദിയ എത്തിയിരിക്കുന്നത്. ഭർത്താവ് അശ്വിനൊപ്പം ഹോട്ടലിൽ താമസിക്കുന്നതിന്റെ വിശേഷങ്ങളാണ് ദിയ പങ്കുവച്ചത്. രാവിലെ തനിക്ക് പൂരിയും മസാലക്കറിയും അശ്വിന് നെയ്റോസ്റ്റുമാണെന്ന് പറഞ്ഞ് ദിയ ആസ്വദിച്ച് കഴിക്കുന്നതാണ് കാണിക്കുന്നത്. രാവിലെ ആയിരിക്കും താൻ നന്നായിട്ട് കഴിക്കുന്നത്, ബാക്കി തോന്നിയതുപോലെ കഴിക്കും. ശേഷം ഉച്ചയ്ക്ക് ചോറും മീൻകറിയും അടക്കമുള്ള ഭക്ഷണം കഴിക്കുന്നതാണ് കാണിച്ചത്. ഇതിനിടയിൽ അശ്വിൻ ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റി പൊതുവായിട്ടുള്ള അഭിപ്രായത്തെക്കുറിച്ചും ദിയ പറഞ്ഞിരുന്നു. നീ കഴിക്കുന്നത് ഭക്ഷണം കിട്ടാത്തവരെ പോലെ ആർത്തി കാണിച്ചിട്ടാണെന്നാണ് കമന്റുകൾ. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ദിയ ചോദിച്ചപ്പോൾ 3 നേരം ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്നും എല്ലാവരും ജീവിക്കുന്നത് തന്നെ ഭക്ഷണം കഴിക്കാനാണെന്നും വലിയ വീടോ സമ്പത്തോ ഉണ്ടായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് കാര്യമാണുള്ളതെന്നും അശ്വിൻ ചോദിക്കുന്നു. മാത്രമല്ല ഒരാൾ കഴിക്കുന്ന രീതിയെ വിമർശിക്കാൻ പാടില്ല. ഇന്നിപ്പോൾ തിരക്ക് പിടിച്ചു കഴിക്കുന്നത് തന്നെ ഉച്ചഭക്ഷണം കഴിക്കുമ്പോൾ വൈകുന്നേരം 5 മണി ആയതിനെ തുടർന്നാണെന്നും താരം കൂട്ടിച്ചേർത്തു. ഇന്ന് ഞങ്ങൾ 2 പേർക്കല്ല 3 പേർക്കും വിശന്ന് പൊരിഞ്ഞു പോയെന്നാണ് ദിയ മറുപടിയായി പറഞ്ഞത്. വയറ്റിൽ കിടന്ന് കുഞ്ഞ് ചവിട്ടും ബഹളവും ആയതിനെ തുടർന്നാണ് താൻ ഭക്ഷണം കഴിക്കാൻ ഓടിയെത്തിയത്. ഇപ്പോൾ ഭക്ഷണത്തിൽ ചിക്കനോ മറ്റൊന്നും തനിക്ക് പറ്റില്ല, മീൻ തന്നെ വേണം. അതുകൊണ്ട് ഗതികെട്ട് അശ്വിൻ കൂടെ മീൻ കിട്ടുന്ന സ്ഥലത്തൊക്കെ തൻ്റെ വരാറുണ്ടെന്നും ദിയ പറയുന്നു. വേറെയൊരു പ്രശ്നം എന്നെയും ബേബിയെയും ഹാപ്പിയാക്കുന്ന സ്ഥലത്ത് മാത്രമേ പോകാൻ പറ്റുകയുള്ളൂ എന്നതാണ്. കാരണം ഇന്ന് ബേബി ചവിട്ടോട് ചവിട്ടായിരുന്നു. അതിനാൽ ഇവിടെയുള്ള എല്ലാ ബാത്റൂമുകളിലും തനിക്ക് പോകേണ്ടി വന്നു. അശ്വിന് ബാത്റൂമിന് വൃത്തി വേണം, എനിക്ക് ആ പ്രശ്നമില്ല. ഞാൻ പെട്രോൾ പമ്പിലെ ബാത്റൂമിൽ പോലും പോകും. അതൊക്കെ കാണുമ്പോൾ അശ്വിൻ തല കറങ്ങി കിടക്കുകയാണ് ചെയ്യുക. എനിക്ക് എമർജൻസി വന്നാൽ എവിടെയാണെന്ന് നോക്കില്ല. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണമെന്നാണ് ദിയ തമാശയായി പറയുന്നത്. ഇന്നാണെങ്കിൽ ബേബി ചവിട്ടോട് ചവിട്ടാണ്. ഉള്ളിൽ കിടന്നിട്ട് വിശന്നിട്ടാണോ എന്നറിയില്ല. എന്തായാലും താൻ ഉടനെ അടുത്ത ഭക്ഷണം കഴിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് രാത്രിയിൽ അത്താഴം കഴിക്കുന്നതിൻ്റെ അടക്കം ദൃശ്യങ്ങൾ കൂട്ടിയിണക്കിയ ഒരു വീഡിയോയാണ് ദിയ പങ്കുവച്ചത്. ചോറും സാമ്പാറും മീൻകറിയും ഒക്കെയാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം. 3 നേരവും അതൊക്കെ കിട്ടിയാൽ യാതൊരു കുഴപ്പവുമില്ലെന്നാണ് ദിയ പറയുന്നത്. അതേസമയം അശ്വിൻ ഭക്ഷണം കഴിക്കുന്നതിനെപ്പറ്റി പങ്കുവച്ച കാര്യങ്ങൾ കൂടി ശ്രദ്ധേയമാവുകയാണ്. മുൻപ് പല വീഡിയോയുടെ താഴെയും അശ്വിൻ്റെ ഭക്ഷണ രീതിയെപ്പറ്റി വിമർശനാത്മകമായ കമന്റുകൾ വരുമായിരുന്നു. അതിനെല്ലാമുള്ള മറുപടി ഈ വാക്കുകളിൽ ഉണ്ടെന്നും അദ്ദേഹം വളരെ ജെനുവിനായ വ്യക്തിയാണെന്നും ഭാര്യയെ സംരക്ഷിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ സന്തോഷം വരുന്നുണ്ടെന്നും തുടങ്ങി നിരവധി കമന്റുകളാണ് ഇവരുടെ